9 in 90 സെക്കൻഡ് ന്യൂസിലേക്ക് സ്വാഗതം. ലോകം പുതുവത്സര ആഘോഷ ലഹരിയിൽ. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും ഉമ്മള്ളി ലൈഫ് സ്റ്റൈലിലെ പുതുവത്സര ആശംസകൾ. ലണ്ടൻ ന്യൂ ഇയർ ആഘോഷങ്ങളിലെ ഭാഗമായ ഫയർ വർക്ക് തടസ്സം കൂടാതെ നടത്തുമെന്ന് ലണ്ടൻ മേയർ. 2025 ആദ്യ പുതുവത്സരം ആഘോഷിച്ച് റിപ്പബ്ലിക് ഓഫ് കരീബാസ്, ഓസ്ട്രേലിയയ്ക്ക് അടുത്തുള്ള ഒരു ദ്വീപ് രാഷ്ട്രമാണിത്. 40 ലക്ഷം വരുന്ന UK റെസിഡൻസിന്റെ BRP കാലാവധി ഇന്ന് അർദ്ധരാത്രിയോടുകൂടി അവസാനിക്കുകയാണ്. എങ്കിലും ഈ വിസയിലേക്ക് മാറാനുള്ള കാലാവധി മാർച്ച് 31, 2025 വരെ നീട്ടിയത് ആശ്വാസം തരുന്നൊരു വാർത്തയാണ്. UK ബോർഡർ ഇമിഗ്രേഷൻ സിസ്റ്റം ജനുവരി 1 ഡിജിറ്റലാവും. UK വിസ വെച്ച് മറ്റു രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ അനിശ്ചിതത്വത്തിൽ. പല മലയാളികൾക്കും യാത്രാക്ലേശങ്ങൾ ഉണ്ടായതായ അനുഭവങ്ങൾ പങ്കുവച്ചു. UKയിലെ എല്ലാ സ്ഥലങ്ങളിലും വേസ്റ്റ് ആൻഡ് റീസൈക്ലിംഗ് കളക്ഷൻ തീയതികളിൽ മാറ്റം വന്നു. ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ അവധികൾ പ്രമാണിച്ചാണ് ഈ മാറ്റങ്ങൾ. പുതുക്കിയ തീയതികൾ അതാത് കൗൺസിലിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. UK മാതൃകയിൽ കേരളത്തിലും കൗമാരക്കാരുടെ ഇടയിൽ കത്തിയുടെ ദുരുപയോഗം വർദ്ധിക്കുന്നു. തൃശൂരിൽ ഇന്ന് രാത്രിയാണ് സംഭവം. 16 വയസ്സുള്ള വിദ്യാർത്ഥികളെ കുത്തേറ്റാണ് യുവാവിന് ദാരുണാന്ത്യം സംഭവിച്ചത്. ന്യൂ ഇയറിന് ലോക റെക്കോർഡിട്ട് UAE. 53 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന കരിമരുന്ന് പ്രയോഗം 6000 ഡ്രോണുകൾ ഇറക്കിയാണ് ഈ വർഷത്തെ പുതുവത്സരാഘോഷം. ലണ്ടനിൽ വമ്പൻ മോഷണം. കോടികൾ വിലമതിപ്പുള്ള സ്വർണവും വജ്രങ്ങളുമാണ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മോഷണം പോയത്. കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് വമ്പൻ പാരിതോഷികം പ്രഖ്യാപിച്ച് ഉടമകൾ. കേരളത്തെ തകർത്ത് സന്തോഷ് ട്രോഫി കിരീടം നേടി വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാളിലെ 33ാമത് സന്തോഷ് ട്രോഫി കിരീടമാണിത്. UKയിലെ പുതുവത്സരം കനത്ത തണുപ്പോടുകൂടി ആരംഭിക്കും. പലയിടത്തും കുറഞ്ഞ താപനില -10 വരെ പോകുമെന്ന് വിദഗ്ധർ. ലണ്ടനിൽ നാളെ മഴയുള്ള കാലാവസ്ഥ. താപനില 2 നും 13 ഡിഗ്രി സെൽഷ്യസിനും ഇടയിൽ.